നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓലപ്പാമ്പ് കണ്ടാൽ റഷ്യ പേടിക്കില്ല. ഇറാനും ഉത്തര കൊറിയയും ഉദാഹരണങ്ങളാണ്. ട്രംപിന്റെ അന്ത്യശാസനം വെറും പ്രഹസനം മാത്രം. ഇറാനും ഉത്തര കൊറിയയും നേരിട്ടതിന് സമാനമായ ഉപരോധങ്ങൾ റഷ്യയും ഇനി നേരിടാൻ തുടങ്ങിയാൽ അത്ര പെട്ടെന്നൊന്നും തലകുനിച്ചു കൊടുക്കേണ്ട അവസ്ഥ ആ രാജ്യത്തിന് വരില്ല. റഷ്യയുടെ വൈവിധ്യപൂർണമായ സമ്പദ് വ്യവസ്ഥയും ചൈന, ഇന്ത്യ തുടങ്ങിയ ലോകശക്തികളുമായുള്ള അവരുടെ ശക്തമായ വ്യാപാര ബന്ധങ്ങളും പെട്ടെന്ന് ഇല്ലാതായി പോകില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യൻ എണ്ണയെയും പ്രകൃതിവാതകത്തെയുമാണ് വലിയ തോതിൽ ആശ്രയിക്കുന്നത് എന്നതും ഉപരോധങ്ങൾ വയ്ക്കുമെന്ന അമേരിക്കൻ അധികാരത്തിന്റെ മുന ഒടിക്കുന്നതാണ്. എന്നാൽ 50 ദിവസത്തിനകം റഷ്യയ്ക്ക് യുക്രൈനുമായി ധാരണയിലെത്താനായില്ല എങ്കിൽ കൂടുതൽ തിരിച്ചടി നേരിടുക റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളായിരിക്കും. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണയും മറ്റും വാങ്ങിയാൽ ട്രംപിന്റെ 100% ചുങ്കം ബാധകമാകുന്നത് ഈ രാജ്യങ്ങൾക്കായിരിക്കും. ഇന്ത്യയിൽ നിന്ന് US-ലേക്കുള്ള ഉൽപ്പന്ന ഇറക്കുമതിക്ക് ട്രംപ് ഭരണകൂടം 100% ചുങ്കം ഈടാക്കും. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണിക്ക് റഷ്യയുടെ ഭാഗത്തുനിന്ന് കിട്ടിയത് നല്ല ചുട്ട മറുപടി തന്നെയാണ്. 50 ദിവസത്തിനകം യുക്രൈനുമായി വെടിനിർത്തൽ കരാറിലെത്തിയില്ലെങ്കിൽ റഷ്യക്കെതിരായ ഉപരോധം കടുപ്പിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഉൾപ്പെടെ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ 50 ദിവസത്തിനു ശേഷം 100% ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ മുന്നറിയിപ്പ് അസ്വീകാര്യമെന്ന് പറഞ്ഞ് അവഗണിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചോദ്യം ചെയ്തത് ലോക പോലീസ് എന്ന അഹങ്കാരമുള്ള അമേരിക്കയുടെ അന്തസ്സു കൂടിയാണ്. അതേസമയം ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ തിരികൊളുത്തിയിരിക്കുന്നത് പുതിയൊരു സംഘർഷത്തിന് കൂടി. അതായത് 50 ദിവസത്തിനകം റഷ്യയ്ക്ക് യുക്രൈനുമായി ധാരണയെത്താനായില്ലെങ്കിൽ കൂടുതൽ തിരിച്ചടി നേടുക റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളായിരിക്കും. റഷ്യയെ അത് സാമ്പത്തികമായി കൂടുതൽ തകർക്കുകയും ചെയ്യും. റഷ്യക്കെതിരായ യുദ്ധത്തിനായി യുക്രൈന് വൻതോതിൽ അമേരിക്ക ആയുധങ്ങൾ നൽകുമെന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനോട് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് പ്രതികരിച്ചത് അതിരൂക്ഷമായിട്ടായിരുന്നു. ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഏതൊരു ശ്രമവും, പ്രത്യേകിച്ച് അന്ത്യശാസനങ്ങൾ, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ അംഗീകരിക്കാൻ റഷ്യ തയ്യാറല്ല എന്ന് ഈ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു. സമാധാന ദൂതനായി സ്വയം അവരോധിച്ച് രംഗപ്രവേശനം ചെയ്ത ട്രംപിന് സമാധാനം ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, സംഘർഷങ്ങൾ ഒന്നുകൂടെ ആളിക്കത്തിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നിരിക്കെയാണ് ഇപ്പോൾ ഈ കളം മാറ്റം. നയതന്ത്ര തലത്തിൽ റഷ്യയെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാനുള്ള മുൻ ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഈ അന്ത്യശാസനം പുറപ്പെടുവിച്ചത്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ വ്ളാഡിമിർ പുടിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ് ട്രംപിന്റെ ഈ നീക്കം ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ യുക്രൈന് പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ ആയുധ പാക്കേജും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിന്റെ ചെലവ് നാറ്റോ സഖ്യകക്ഷികൾ വഹിക്കുമെന്നും വ്യക്തമാക്കി. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, മാസങ്ങൾക്ക് മുൻപ് നാറ്റോയെ കാലഹരണപ്പെട്ടത് എന്ന് വിശേഷിപ്പിച്ച അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ നാറ്റോയെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ആടിയുലയുന്ന അമേരിക്കൻ കാലാവസ്ഥ പോലെ ട്രംപിന്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും നിലപാടുകൾക്കും സ്ഥിരതയില്ല എന്നത് ഇതിലപ്പുറം വ്യക്തമാക്കാനാകില്ല. ട്രംപിന്റെ സമീപനത്തിൽ താരിഫുകൾക്ക് പുറമെ ഉപരോധങ്ങളും ഉൾപ്പെട്ടേക്കാമെന്ന് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് മുന്നറിയിപ്പ് നൽകിയതും എടുത്തു പറയേണ്ട കാര്യമാണ്. സെപ്റ്റംബർ ആദ്യത്തോടെ വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചില്ലെങ്കിൽ റഷ്യയ്ക്ക് താരിഫുകളും ഉപരോധങ്ങളും ഒരുമിച്ച് നേരിടേണ്ടി വരുമെന്ന് ലുട്നിക് സൂചിപ്പിച്ചു. ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടെയാണ് നിലവിലെ ലോകരാജ്യങ്ങളിൽ അമേരിക്ക പോലും പേടിക്കുന്ന ഇറാനും ഉത്തര കൊറിയയും നൽകുന്ന പാഠം കൂടി നമ്മൾ ഓർക്കേണ്ടത്. ആദ്യകാലം മുതലേ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഉപരോധങ്ങൾ എന്നത് ഒരു പുതിയ അടവല്ല. എന്നാൽ ഇപ്പോൾ റഷ്യക്കെതിരെ ട്രംപ് ഉയർത്തുന്ന ഈ പഴയ തന്ത്രം എത്രത്തോളം ഫലപ്രദമാകും എന്ന ചോദ്യം കൂടി ഉയരുന്നു. കാരണം വർഷങ്ങളായി കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഇറാനെയും ഉത്തര കൊറിയയെയും പോലുള്ള രാജ്യങ്ങൾ ഇന്നും ലോകരാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ റഷ്യയുടെ കാര്യത്തിൽ ട്രംപിന്റെ ഈ ഭീഷണി വെറുമൊരു ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കൽ മാത്രമായി പോകാനേ സാധ്യതയുള്ളൂ. അമേരിക്കൻ ഉപരോധങ്ങളുടെ നീണ്ട ചരിത്രത്തിലെ മികച്ച ഉദാഹരണങ്ങളാണ് ഇറാനും ഉത്തര കൊറിയയും. ദശാബ്ദങ്ങളായി സാമ്പത്തികമായി ഒറ്റപ്പെടുത്തിയിട്ടും ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളും പശ്ചിമേഷ്യയിലെ സ്വാധീനവും ഒരു കുറവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെയും ചൈനയെയും റഷ്യയെയും പോലുള്ള പുതിയ സഖ്യകക്ഷികളിലൂടെ അവർ വ്യാപാര ബന്ധങ്ങൾ വികസിപ്പിച്ച് അതിജീവനത്തിനുള്ള വഴികൾ കണ്ടെത്തുന്നുമുണ്ട്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ഉത്തര കൊറിയയും
കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ ആണവായുധ മിസൈൽ ശേഷികൾ വർദ്ധിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പരിമിതമായ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾക്കിടയിലും അവർ രാജ്യത്തിനകത്ത് സ്വയം പര്യാപ്തത നേടി. ഈ രണ്ട് രാജ്യങ്ങളും നൽകുന്ന പാഠം വ്യക്തമാണ്. സാമ്പത്തിക സമ്മർദ്ദം എല്ലായ്പ്പോഴും രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെക്കില്ല, പ്രത്യേകിച്ചും കരുത്തരായ രാജ്യങ്ങളുടെ കാര്യത്തിൽ. ഇറാനും ഉത്തര കൊറിയയും നേരിട്ടതിന് സമാനമായ ഉപരോധങ്ങൾ റഷ്യയും ഇനി നേരിടാൻ തുടങ്ങിയാൽ അത്ര പെട്ടെന്നൊന്നും തലകുനിച്ചു കൊടുക്കേണ്ട അവസ്ഥ ആ രാജ്യത്തിന് വരില്ല എന്നത് വ്യക്തമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ എപ്പോഴും റഷ്യൻ എണ്ണയെയും പ്രകൃതിവാതകത്തെയുമാണ് വലിയ തോതിൽ ആശ്രയിക്കുന്നത് എന്നതും ഉപരോധങ്ങൾ വയ്ക്കുമെന്ന അമേരിക്കൻ അധികാരത്തിന്റെ മുന ഒടിക്കുന്നു. സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് മാത്രം വലിയ രാജ്യങ്ങളെ വരുതിയിലാക്കാൻ കഴിയില്ലെന്ന് ഇറാനും ഉത്തര കൊറിയയും തെളിയിച്ചു കഴിഞ്ഞു. ഈ വെല്ലുവിളിയെ റഷ്യ പോലുള്ള ഒരു വലിയ രാജ്യത്തിന് ഒരു മങ്ങലും ഏൽപ്പിക്കില്ല എന്നത് പകൽ പോലെ വ്യക്തമായി അറിയാവുന്ന ആൾ കൂടിയാണ് ട്രംപ് എന്ന ബിസിനസ്സുകാരൻ. എന്നാലും എല്ലാ കാര്യത്തിലും ഒന്നിടപെട്ട് വെടക്കാക്കി തനിക്കാക്കാൻ ഒക്കുമോ എന്ന പഴയ കുറുക്കൻ്റെ തന്ത്രം ഇപ്പോഴും ഒന്ന് പയറ്റി നോക്കുകയാണ് ട്രംപ്. തങ്ങളുടെ മുഴുവൻ പിന്തുണയും റഷ്യയ്ക്കാണെന്നും അമേരിക്കയുടെ ഈ നീക്കത്തെ ലോങ്ങം അധികാരപരിധി എന്നും വിശേഷിപ്പിച്ച ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇത്തരം നിർബന്ധിത സാമ്പത്തിക നടപടികളെ തങ്ങൾ എതിർക്കുന്നുവെന്നും പ്രഖ്യാപിച്ചു. ഈ നിലപാട് അമേരിക്കൻ ചൈന ബന്ധത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന ആശങ്കയും ഉയർത്തുന്നു. റഷ്യയെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ ചൈനയെയും റഷ്യയെയും കൂടുതൽ അടുപ്പിക്കുകയാണ്. ഇത് ആഗോളതലത്തിൽ ഒരു പുതിയ ശക്തി സന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുമോ, ഒരുപക്ഷെ അമേരിക്കയെ ലോകരാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടുത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഉപരോധങ്ങൾ ഇറാനെയും ഉത്തര കൊറിയയെയും വരുതിയിലാക്കിയതുപോലെ റഷ്യയും ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൈനയുടെ ഉറച്ച നിലപാട് ഉറപ്പിക്കുന്നു. മാസങ്ങളായി നടന്ന നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടതും സമീപ ആഴ്ചകളിൽ റഷ്യ യുക്രൈനിയൻ നഗരങ്ങളിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തീവ്രമാക്കിയതും സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ട്രംപിൻ്റെ ഈ അന്ത്യശാസനവും പുടിൻ്റെ അവഗണനയും ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതാണ് ഇനി കാണാനുള്ളത്. വെനസ്വേലയിൽ നിന്ന് എണ്ണയും ഗ്യാസും വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ 25% ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ മാസത്തിൽ ഭീഷണി മുഴക്കിയിരുന്നു. പിന്നാലെ ഇറാനുമായി ഭിന്നത രൂക്ഷമായപ്പോൾ ഇറാനിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേലും ട്രംപ് സമാന ഭീഷണി തൊടുത്തു. റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലും ഗ്യാസും വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ സെപ്റ്റംബർ മുതൽ 100% തീരുവ ചുമത്തുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. നിലവിൽ ചൈനയും ഇന്ത്യയുമാണ് റഷ്യയുടെ എണ്ണ ഏറ്റവുമധികം വാങ്ങുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയിൽ 38-40% റഷ്യയിൽ നിന്നാണ്. യുക്രൈനുമായി 50 ദിവസത്തിനകം ധാരണയിലെത്താൻ റഷ്യയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ 100% ചുങ്കം ട്രംപ് നടപ്പാക്കും. തുടർന്നും ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണയും മറ്റും വാങ്ങിയാൽ ട്രംപിൻ്റെ 100% ചുങ്കം ബാധകമാകുന്നത് ഈ രാജ്യങ്ങൾക്കായിരിക്കും. അതായത് ഇന്ത്യയിൽ നിന്ന് US-ലേക്കുള്ള ഉൽപ്പന്ന ഇറക്കുമതിക്ക് ട്രംപ് ഭരണകൂടം 100% ചുങ്കം ഈടാക്കും. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ട്രംപിൻ്റെ ഭീഷണിയെ തുടർന്ന് രാജ്യാന്തര ക്രൂഡ് വില അല്പം കുറഞ്ഞിട്ടുണ്ട്. WTI ക്രൂഡ് വില ബാരലിന് 0.48% നിന്ന് $66.66 ബ്രന്റ് വില 0.29% കുറഞ്ഞ് $69.01 എത്തിയിരിക്കുകയാണ്. ആനുപാതികമായി റഷ്യൻ എണ്ണയുടെ വില കുറയുമെന്നതും റഷ്യയ്ക്ക് തിരിച്ചടിയാകുന്നു. ഉപരോധത്തിൻ്റെ ഭാഗമായി റഷ്യൻ എണ്ണയുടെ പരമാവധി വില ബാരലിന് $60 യൂറോപ്യൻ യൂണിയൻ നിശ്ചയിച്ചിരുന്നു. രാജ്യാന്തര വില കുറയുന്നതിന് ആനുപാതികമായി ഈ പരിധിയും കുറയ്ക്കാനാണ് യൂറോപ്യൻ യൂണിയൻ്റെ നീക്കം. അങ്ങനെയെങ്കിൽ റഷ്യയുടെ വരുമാനം കൂടുതൽ ഇടിയും. പരിധി ലംഘിച്ച് ഉയർന്ന വിലയ്ക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ ഏതെങ്കിലും രാജ്യം ശ്രമിക്കുകയാണെങ്കിൽ അവയ്ക്കുമേലും യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തും. മലയാളി വാർത്ത.